ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിൽ താള് എന്ന് പറയും. താള് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലക്കറിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ചേമ്പിനാൾ നല്ല ഗുണമുള്ളതാണെന്ന് പറഞ്ഞിട്ട് തൊണ്ടയും വായൊക്കെ ചൊറിഞ്ഞു പൊട്ടിയിട്ട് ഒന്നും പറയരുത്. നല്ല ചേമ്പിൻ്റെ തട നോക്കി എടുത്തിട്ട് വേണം കറി വെക്കാൻ കേട്ടോ. എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പുളിയൊക്കെ കയ്യിലെടുത്ത് എൻ്റെ വായിൽ വെള്ളം വരും. എനിക്ക് കൈയൊക്കെ നോക്കാമെന്ന് തോന്നും. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പുളിയുടെ മണം. ഈ കറി തിളയ്ക്കാമോ? പാടില്ലയോ? തിളയ്ക്കാൻ പാടില്ല. ഇതിങ്ങനെ ചൂടായി തിള ഇങ്ങനെ നൊരഞ്ഞു വരാനേ പാടുള്ളൂ. അപ്പോൾ ഈ കറിയിൽ എന്താണ് ഒരു സുന്ദരി. ഇനി അതിനെ നമ്മൾ പൊട്ടൊക്കെ തൊടിയിപ്പിക്കണം. ശരിക്കും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ മൂടി വെക്കണം, അല്ലെങ്കിൽ അതിനെ മണം പോകുന്ന പറയണേ. എന്നിട്ട് തുറക്കണം, ഇളക്കണം, കറി വിളമ്പി കഴിക്കണം. കഴിഞ്ഞു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. അതിനു മുമ്പായിട്ട് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഇന്ന് മഞ്ജൂസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറിയാണ്. നാട്ടിൻപുറങ്ങളിലുള്ളവർക്കൊക്കെ ശരിക്കും അറിയാൻ പറ്റും ഇതെന്താണെന്നുള്ളത്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിൽ താള് എന്ന് പറയും. താള് താളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇതിൻ്റെ ഇലയാണെന്ന് തോന്നുന്നു. ഇത് ചേമ്പില്ലേ, ചേമ്പിൻ്റെ തണ്ടാണ്. ചേമ്പിൻ്റെ തണ്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇല ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇല വന്ന് ഇങ്ങനെ പുതിയ ഇതാ കണ്ടോ, ഇത് പുതിയ ചേമ്പിൻ്റെ താളിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഇലയായി വിടർന്ന് ഇതിൻ്റെ തണ്ടിങ്ങനെ വരും. ആ തണ്ടാണ് നമ്മൾ ഒടിച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ നോക്കിയാൽ ചേമ്പ് നട്ടിരിക്കുന്നിടത്തൊക്കെ ഇതുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലക്കറിയാണ്. പക്ഷെ ആരും തന്നെ ഇത് ഉപയോഗിക്കാതെ ഇത് അങ്ങനെ പറമ്പിൽ നിന്ന് പഴുത്ത് അത് അങ്ങോട്ട് കൊഴിഞ്ഞു പോകും. അവസാനം ചേമ്പെടുത്ത് നമ്മൾ പുഴുങ്ങി തിന്നും. ഇതാണ് സ്ഥിരമായിട്ട് സംഭവിക്കാറ്. പക്ഷേ ഇത് പിള്ളേർക്കൊക്കെ കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. എൻ്റെയൊക്കെ കുഞ്ഞിലെ ശരിക്കും അത് ഗുണമുള്ളതായതുകൊണ്ടല്ല, ചിലപ്പോൾ പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പം വേഗം തന്നെ ചെന്ന് 2 ചേമ്പിൻ്റെ തണ്ടൊടിക്കും. അത് വെച്ച് ഈ മുളകോഷ്യം എന്നൊക്കെ പറഞ്ഞാൽ പുളിയൊക്കെ ഒഴിച്ചൊരു കറി ഉണ്ടാക്കും. അല്ലെങ്കിൽ വല്ല ഉണക്കച്ചെമ്മീനുണ്ടെങ്കിൽ അതിട്ട് കറി ഉണ്ടാക്കും. അങ്ങനെ മിക്ക എല്ലാ സാധനങ്ങളും ഇട്ട്, പിന്നെ കപ്പയൊക്കെ ഉണ്ടെങ്കിൽ കപ്പയും ചേമ്പിൻ താളും കൊണ്ട് പുഴുക്കുണ്ടാക്കും. അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് വെച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് അതിനകത്ത് ഞാൻ കഴിച്ചിട്ടുള്ള ചേമ്പിൻ താളിൻ്റെ കറിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ വെച്ച് വീട്ടിലുണ്ടാക്കി തരാറുണ്ട്. തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കി തരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചോറും ആ മഞ്ഞ കറിയും കൂടി ഒഴിച്ചങ്ങ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചേമ്പിൻ്റെ തണ്ട് നമുക്ക് കിട്ടുക. അതിനെ നമ്മളിതാ ഇതിൻ്റെ ഈ അരുമ്പൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ കത്തിവെച്ച് ചിലത് ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ മുരിങ്ങാക്കോലൊക്കെ നമ്മളിങ്ങനെ കാണിക്കൂലേ, അങ്ങനെ കാണിച്ചാൽ പോരും. ചിലത് അങ്ങനെ പോരുമില്ല. അത് കത്തിവെച്ച് ഇങ്ങനെ ചീകി വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കി ഇത് മാറ്റി വെക്കട്ടെ. ഇത്രേശയുള്ള ഒരു 3 ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടിട്ടുണ്ട്. ഇത്രയും തന്നെ ആവണമെന്നില്ല, ഇച്ചിരി കൂടി വലുതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ പരുവത്തിൽ വൃത്തിയാക്കി കഴുകി വാരി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഒരു ചട്ടിയിലേക്ക്, നമ്മളിന്ന് ഉരുളി മാറ്റി നമ്മളിന്ന് നമ്മുടെ ചട്ടിയിലേക്ക് കടക്കുകയാണ്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പൊക്കെ സൂക്ഷിച്ചിടണം. ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് ഉപ്പിടരുത്, കാരണം ഇത് ഒന്നിതാക്കി കഴിയുമ്പോഴത്തേനും അങ്ങ് ചുങ്ങിപ്പോകും. അപ്പോൾ ലേശം ഉപ്പ് മതി. എന്നിട്ട് കറി ആയിട്ട് നമുക്ക് ബാക്കി ഉപ്പിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊരല്പം വെള്ളം ഒഴിക്കാവേ, ഒരു 1/2 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നമുക്ക് തീ കത്തിക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇടാം. ചെമ്മീൻ നിങ്ങൾ മേടിക്കുമ്പോൾ ചെറിയ ചെമ്മീൻ മേടിക്കണം. എനിക്ക് കിട്ടിയത് ഭയങ്കര വലിയ ചെമ്മീനാണ്. പൊതുവേ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ്. ഇതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, എന്നാലും ഇതിനേക്കാളും ടേസ്റ്റ് നമുക്ക് കുഞ്ഞു ചെമ്മീൻ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനിതിനെ വലിയ ചെമ്മീനായതുകൊണ്ട് ചിലതൊക്കെ ഒന്ന് മുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനും കൂടി ഇടണം. പിന്നെ
ചേമ്പിൻ താള് എടുക്കുമ്പോഴത്തേനും ആരോടെങ്കിലും ചോദിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, ചൊറിയും. ഈ കാട്ടുചേമ്പൊക്കെ ഉണ്ടാവും, അതൊന്നും നമുക്ക് കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ചേമ്പിൻ താള് നല്ല ഗുണമുള്ളതാണെന്ന് പറഞ്ഞിട്ട് തൊണ്ടയും വായൊക്കെ ചൊറിഞ്ഞു പൊട്ടിയിട്ട് ഒന്നും പറയരുത്. നല്ല ചേമ്പിൻ്റെ തട നോക്കി എടുത്തിട്ട് വേണം കറി വെക്കാൻ കേട്ടോ. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് പച്ചമുളക്, ഒരു 5 പച്ചമുളക്, എൻ്റെ വലിയ പച്ചമുളക് കാരണം ഞാൻ 2ആയിട്ട് മുറിച്ചാണ് ഇട്ടേക്കണേ. പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ ചെമ്മീൻ. ഇച്ചിരി വെള്ളവും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ മൂടി വെക്കാം കേട്ടോ. ഇനി ഇതൊരു പാതി വേവാവുമ്പോൾ വേറൊരു ഇച്ചിരി പരിപാടിയും കൂടി ഉണ്ട്. സാധാരണ നമ്മൾ ഈ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതാണായാലും പെണ്ണായാലും, അവർക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് ശരിക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഉണ്ടാക്കുന്നവർക്ക് അത് കഴിക്കാൻ പലപ്പോഴും തോന്നില്ല. കാരണം ഇതിൻ്റെ മണമൊക്കെ അടിച്ച് അത് പിന്നെ നമുക്കങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റാറില്ല. പക്ഷേ അത് വിളമ്പി കൊടുത്തിട്ട് കഴിക്കുന്നത് കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഭക്ഷണം ഇഷ്ടപ്പെടുകയും അതുണ്ടാക്കുകയും ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുന്നതാണ്. ഞങ്ങൾ വീട്ടിൽ സുനിച്ചനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനും വെള്ളിയാഴ്ച ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, വായോ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഈ മഞ്ജൂസ് കിച്ചൺ തുടങ്ങിയതിന് ശേഷം എനിക്ക് വേറെ ഇഷ്ടമുള്ളത്, നമ്മൾ ഇതിനകത്ത് നമ്മുടെ മഞ്ജൂസ് കിച്ചണിൽ ഉണ്ടാക്കുന്ന ഡിഷസ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എന്നെ അത് വിളിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഷൂട്ടിന് മുമ്പ് രാവിലെ എനിക്ക് സന്തോഷ് കള്ളിക്കാടൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ മാങ്ങാക്കറി വെച്ചു, അസലായിരുന്നു, ലേശം പുളി കൂടിപ്പോയി, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെയുള്ള റെസ്പോൺസ് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അതെ, നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളേ, പക്ഷേ വെള്ളം ആവശ്യത്തിനായി വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണേ, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. മീൻചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഈ ചെമ്മീൻ്റെ കറികളും ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, വലിയ ചെമ്മീനാണ്, ഒരു ലേശം പുളി വേണം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ്. എൻ്റെ വീട്ടിലൊക്കെ കൊടംപുളിയാണ് എടുക്കാറ്. ഇനിയിപ്പോൾ വാളംപുളി ആണെങ്കിലും കൊടംപുളി ആണെങ്കിലും കുഴപ്പമില്ല. ഒരു കൊടംപുളി ആണെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം കൊടംപുളി ഇടണം. ഇതിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ഞാൻ, വെള്ളത്തിലിട്ട് വെച്ചതാ. അത് പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം, ഒരു ലേശം പുളിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു മധുരിപ്പുണ്ടാവും, അപ്പോൾ അത് വേണ്ട. നമുക്കൊരു ഇച്ചിരിക്കോളം ഒരു പൊടിക്കാച്ചി പുളി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പുളിയൊക്കെ കയ്യിലെടുത്ത് എൻ്റെ വായിൽ വെള്ളം വരും, എനിക്ക് കൈയൊക്കെ നക്കാമെന്ന് തോന്നും. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പുളിയുടെ മണം. നമുക്ക് ഈ പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കാവേ. അത് കഴിഞ്ഞത് ഞാൻ കഴുകിയിട്ട് വരട്ടോ, കൈ നക്കാൻ പോണതല്ല, കഴുകാൻ പോണതാണ്. ഇതിനി ഒന്നും കൂടി ഇരുന്ന് സെറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരു മുറി തേങ്ങ, ഈ തേങ്ങയും ഒരു 5-6 എതള് വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ ജീരകം, കുഞ്ഞു ജീരകം, നല്ല ജീരകം, ഇത്ര ഇട്ടു. ലേശം മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ലേശം മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കും കേട്ടോ. ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് തീ പതുക്കെ കുറച്ച് വയ്ക്കാം. ഓക്കെ, ഞാനിത് അരച്ചുകൊണ്ട് വരാവേ അപ്പോഴത്തേക്കിനും. അപ്പോൾ നമ്മുടെ അരപ്പ് വന്നു. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ഇത് 3 കൂടിയിട്ട് അരച്ച് നല്ല വെണ്ണ പോലെ ആക്കി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് അരച്ചതാണേ. ഇത് നമ്മൾ ഇപ്പോൾ എല്ലാം നല്ല താളും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്ത് പറ്റിയിരിക്കുകയാണ്. നല്ല ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്, നല്ല ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പം നമുക്കിനി ഈ അരപ്പ് ഇതിലേക്ക് ഇടാം.
നമുക്ക് ഉപ്പൊക്കെ കൊണ്ടുവന്ന് നോക്കാവേ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കാരണം ഇങ്ങനെ അരപ്പിട്ട് എനിക്ക് പണ്ടുള്ള സംശയമായിരുന്നു. അമ്മച്ചി എന്നോട് പറയും, ഞാൻ പുറത്തെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് നിൽക്കുമായിരിക്കും. അപ്പം അമ്മച്ചി പറയും, ചില കറികൾ നോക്കിയിട്ട് പറയും തിള വന്നോ നോക്കടി എന്ന് പറയും. അപ്പം ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തിളച്ച്, ഞാൻ പറഞ്ഞ് തിളച്ച് വരുന്നുണ്ട് എന്ന് പറയും. എന്നാൽ നിർത്തിയേക്ക്, ഇനി തിളയ്ക്കണ്ടെന്ന് പറയും. ചില കറികൾ, മിക്കവാറും തേങ്ങ അരച്ച കറികളിൽ അങ്ങനെ പറയണേ. ചില കറികൾ പറയും തിളച്ചോ നോക്കിയേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും തിളച്ച് വരുന്നെന്ന് പറയും. അപ്പം ഞാനോർത്ത് നിർത്താൻ പറയുമെന്ന് വിചാരിക്കും. അപ്പം അമ്മച്ചി പറയും എന്നാൽ ആ മൂടി ഇനി തിളച്ച് പോകാതിരിക്കാൻ വേണ്ടി ആ മൂടി ഇച്ചിരി തുറന്ന് വെച്ചേക്കാൻ പറയും. അപ്പോൾ അന്ന് എനിക്കതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് തേങ്ങയും മഞ്ഞപ്പൊടിയും ഇതേപോലെ വെളുത്തുള്ളി മാത്രം ഇട്ട് അരയ്ക്കുന്ന ഈ മഞ്ഞ തേങ്ങ ഇല്ലേ, അതാണ് തിളച്ച് പോകാൻ പാടില്ലാത്ത. അതുപോലെ തേങ്ങാപ്പാൽ ഇതൊന്നും തിളച്ച് പോകാൻ പാടില്ല. അല്ലാതെ മുളക് പൊടിയൊക്കെ ഇട്ട് അരയ്ക്കുന്ന തേങ്ങ നന്നായിട്ട് തിളയ്ക്കണം. ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള വ്യത്യാസം. അതുതന്നെയായിരിക്കും. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം ഇട്ടു നമുക്ക് തീ കത്തിക്കാം കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ കളറുള്ള ചാറായി. അപ്പോൾ ഇത് ഈ കറി തിളയ്ക്കാമോ പാടില്ലയോ? തിളയ്ക്കാൻ പാടില്ല. ഇതിങ്ങനെ ചൂടായി ഇങ്ങനെ നൊരഞ്ഞു വരാനേ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് വാങ്ങി മാറ്റി വെക്കണം. എന്നിട്ട് പിന്നെ ഇപ്പം ഈ കറിയിൽ എന്താണ് ഒരു സുന്ദരി, ഇനി അതിനെ നമ്മൾ പൊട്ടൊക്കെ തൊടിയിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതിന് ഇങ്ങനെ മെല്ലെ വരുമ്പോൾ നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കുറച്ച് താളിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ചേമ്പും കൊണ്ട്, ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതിടണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. നമ്മുടെ ചെമ്മീൻ ഇടണമെന്നൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഉണക്ക ചെമ്മീൻ കിട്ടിയ ഉണക്ക ചെമ്മീൻ ഇട്ടുണ്ടാക്കാം. പരിപ്പുണ്ടെങ്കിൽ പരിപ്പും താളും കൂടി വെക്കാം. എന്ത് സാധനത്തിൻ്റെ കൂടെയും താള് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ചേടാ കണ്ട് അടച്ചപ്പോഴത്തേനും നമുക്കൊന്നുകൂടെ ഇളക്കിയിട്ട് വെക്കാം കേട്ടോ. തീ കൂടുതലായതുകൊണ്ടാണ് പെട്ടെന്ന് പദം വന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. അരപ്പൊന്ന് ചൂടാവണം. നമ്മൾ പച്ചനെ അരച്ചതല്ലേ, അപ്പോൾ അതൊന്ന് ചൂടായില്ലെങ്കിൽ പച്ച ചുവയ്ക്കും. പക്ഷേ തിളയ്ക്കാൻ നമ്മൾ അനുവദിക്കുകയുമില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അതൊരു ദിവസം ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഇതേപോലത്തെ ഉള്ള ചേമ്പിൻ്റെ കക്കയിലയില്ലേ, ഇതിങ്ങനത്തെ കക്കെന്നാണ് അതിന് എന്താ പറയണേ, മൂക്കാത്തത്, കിളുന്ത്, തളിരല, അത് തന്നെ തളിരല. അതിങ്ങനെ എന്തോ ഒരു ചാറിലേക്ക് ഇങ്ങനെ കെട്ട് പോലെ ആക്കിയിട്ട് ഇടും. എന്നിട്ട് അത് കറി വെക്കണതാണ്. അതും നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമുക്കിത് വാങ്ങാവേ. തിള വന്നു തുടങ്ങി. നമുക്ക് ഇത്രയും തിളയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ കറി നമ്മൾ വാങ്ങി വെച്ചു. ഇനി നമുക്ക് ഇതിനെ സുന്ദരിയാക്കണം. എന്ത് ചെയ്യണം? അതിന് പൊട്ടും കമ്മലൊക്കെ ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കണം. ഇതെല്ലാവർക്കും വീട്ടിലെ പെൺപിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയായിരിക്കും ഇത്. അതായത് കുക്ക് ചെയ്ത് തുടങ്ങുന്ന പിള്ളേർ ആദ്യമൊക്കെ ചെയ്യുന്നതാണ് മുട്ട വറുക്കുക, കറി താളിക്കുകയൊക്കെ. ഈ കറി താളിച്ച് അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ. അപ്പോഴാണ് എന്തോ ഭയങ്കര എന്തോ ഒരു കാര്യം ചെയ്ത പോലെ നമുക്ക് തോന്നും. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് പാവം അമ്മച്ചി അരച്ച് കറിയൊക്കെ വെച്ച് അറിയാണ്ട് ഞാൻ പപ്പയുടെ മുമ്പിൽ അഭിമാനത്തിൽ ഞാനാ താളിച്ചതെന്നൊക്കെ പറഞ്ഞ് പോയി നിന്നിട്ടൊക്കെ ഉണ്ട്. താളിക്കാൻ എപ്പോഴും ചുവന്നുള്ളി ആട്ടോ നല്ലത്. ചുവന്നുള്ളി ഇല്ലാത്തപ്പോൾ സവാളയൊക്കെ ഇട്ടുണ്ട്. ചിലർ സവാള തന്നെ ഇട്ട് താളിക്കണതാണ്. ഉള്ളി മൂത്തു. ഇനി നമുക്ക് ഇത് നമ്മുടെ കറിക്കകത്തോട്ടിടാം. അപ്പം നമ്മുടെ ചെമ്മീൻ താള് കറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ശരിക്കും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ മൂടി വെക്കണം, അല്ലെങ്കിൽ അതിന് മണം പോകുന്ന പറയണേ. ഇതിപ്പോൾ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മൂടാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച അപ്പം തന്നെ മൂടി വെക്കണം. എന്നിട്ട് തുറക്കണം, ഇളക്കണം, കറി വിളമ്പി കഴിക്കണം. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാവരും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യണം.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി ലൂസാക്കാം കേട്ടോ, എനിക്ക് ഈ പരുവത്തിലാണ് ഇഷ്ടം. അപ്പം നമുക്കിത് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഫീൽഡിൽ നിന്നുള്ള ഒരാളാണ് വരുന്നത്. കാരണം നമ്മൾ ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ ആർട്ടിസ്റ്റ് എന്നുള്ളതല്ല, പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങളെയൊക്കെ നല്ല സുന്ദരികളാക്കി മാറ്റുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സൂര്യയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. സൂര്യ IT ഫീൽഡിലൊക്കെ ആയിരുന്നു. മേക്കപ്പിനോടുള്ള അതിഭീകരമായിട്ടുള്ള പാഷൻ കാരണം അതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് മേക്കപ്പിൽ ഒരു സ്പേസ് കണ്ടെത്തിയ ഒരാളാണ്. സൂര്യയ്ക്ക് സ്വന്തമായിട്ട് പാർലറുണ്ട്, ഹെയർ ട്രീറ്റ്മെൻറ്റിലൊക്കെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സൂര്യയ്ക്ക്. സൂര്യയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സൂര്യയെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കമാൻ. ഹായ്. ഇന്ന് എൻ്റെ കറി കഴിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്ന സൂര്യക്കാണ്. കുക്ക് ചെയ്യോ? കുക്ക് ചെയ്യും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. അമ്മയുടെ ഏത് ഡിഷാണ് ഏറ്റവും ഇഷ്ടം അവർക്ക്? അങ്ങനെ ചോദിക്കരുത്. ഇങ്ങനെ തള്ളി വിട്ട് അടുക്കളയിലോട്ട് ചെന്ന് വീഴുമോ? അപ്പം എന്നാൽ ഞാൻ ഉണ്ടാക്കിയ ഡിഷ് കഴിച്ചു നോക്കണം. താളിൻ്റെ കറി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ചേമ്പിൻ്റെ ഇല്ല, കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ചേമ്പിൻ്റെ താളും ചെമ്മീനൊക്കെ കൂടി തേങ്ങ അരച്ച് വെച്ച കറിയാണ്. ഞാനിതിനകത്ത് തിരയണ എന്താണെന്ന് വെച്ചാൽ ചെമ്മീനും താളും എല്ലാം കൂടി കിട്ടാൻ പാകത്തിന് ചെയ്തതാണ്. ഇതാ ചൂടുണ്ട്, ഊതിയിട്ട് കഴിക്കണേ. ഇത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പരീക്ഷയ്ക്ക് ഇങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് റിസൾട്ട് ശരിക്കും നല്ലതാണ്. പറയാം, നല്ലതാണെങ്കിൽ പറയാം. ഞാനെന്തോ പറഞ്ഞു പഠിപ്പിച്ച പോലെ തോന്നി എനിക്ക്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി പറ. നന്നായിട്ടുണ്ടോ? ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. പോവല്ലേ? ചേമ്പിൻ്റെ തണ്ട് കഴിച്ചോ? അതിനകത്ത് കിട്ടിയില്ലേ? പുളി പാകത്തിനല്ലേ? എല്ലാം കറക്റ്റ്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറിയല്ല. അപ്പം പുളി ഇത് നമ്മളിങ്ങനെ വെറുതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കേണ്ട ഒരു കറിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ചേമ്പിൻ താള് തേങ്ങ അരച്ച് വെച്ചതാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഇതേപോലെ പുതിയതും ട്രഡീഷണലുമായിട്ടുള്ള ഒരുപാട് ഡിഷസുമായിട്ട് മഞ്ജുസ് കിച്ചൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരേക്കും ടാറ്റാ ബൈ. സൂര്യ ടാറ്റോട്ടെ.